ഇന്നിപ്പോൾ പുതിയൊരു വിവാദം ഉണ്ടായിരിക്കുകയാണ്. ഒരു സിനിമ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു പരിപാടി സ്റ്റേജിൽ നടക്കുന്നു. അത് അവതരിപ്പിക്കുന്നത് പ്രശസ്ത അവതാരകയായിട്ടുള്ള രഞ്ജിനി ഹരിദാസ് ആണ്. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. ആ പരിപാടിക്കിടയിൽ കുറച്ച് കുട്ടികളെ, ചെറിയ കുട്ടികളെ, 11, 12, 10 വയസ്സൊക്കെയുള്ള ചെറിയ കുട്ടികളെ കാണാതായി എന്നൊരു വിവരം ഇവർക്ക് ലഭിക്കുന്നു. അപ്പോൾ സ്റ്റേജിൽ ഇവരിത് അനൗൺസ് ചെയ്യുകയാണ്. കുട്ടികളുടെ പേരും വയസ്സും പറഞ്ഞ് ഇന്ന കുട്ടികളെ കാണാനുണ്ട് എന്ന് പറയുന്നതിനിടയ്ക്ക് ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ചിലവന്മാർ തമാശ കളിക്കുകയാണ്. അതാ ഇവിടെയുണ്ട്, ദാ നിൽക്കുന്നു, എൻ്റെ അടുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് കബളിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് രഞ്ജിനി ഹരിദാസ് പെട്ടെന്ന് ചോദിച്ചു, എടാ നിന്റെ അമ്മയാണ് ഇങ്ങനെ കാണാതെ ആയതെങ്കിൽ നീ ഇങ്ങനെ പറയുമോ? അതൊന്നും എന്റെ വിഷയമാവില്ല. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു കുടുംബം വേണം. അതങ്ങനെ കുറ്റപ്പെടുത്താൻ അല്ലാതെ കുടുംബത്തിന് ഒരു പ്രയോജനം ഇല്ലല്ലോ. ഒരാൾ കാണുന്നില്ല എന്ന് പറയുമ്പോ തമാശ, ഇതാണ് മനുഷ്യരുടെ പ്രശ്നം. എന്റെ മുഖം ഞാൻ മറക്കൂല. അപ്പോ എന്തിനാണ് അങ്ങനെ രഞ്ജിനി പറഞ്ഞത്? അവന്റെ അമ്മയ്ക്ക് വിളിക്കുന്നതിന് തുല്യമല്ലേ അത്? തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ തള്ളയ്ക്ക് വിളിക്കുകയല്ലേ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതൊക്കെ വെറുതെ രഞ്ജിനിയോടുള്ള എന്തെങ്കിലും ഒരു വ്യക്തിവിരോധം വെച്ചൊക്കെ പറയുന്നതാണെന്ന് എനിക്ക് കരുതാൻ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യം കൊള്ളേണ്ടടുത്ത് കൊള്ളും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രഞ്ജിനി ഹരിദാസ് അത് ചോദിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും പരിപാടി തന്നെയാണ്. 10 പേര് ചാവുമ്പോ കിടന്ന് ചിരിക്കും. നിങ്ങൾ ഇത്രയും മനോഹരമായി ഈ രഞ്ജിനി ഹരിദാസിനൊപ്പം തന്നെ നടൻ ടൊവിനോയും ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. അയാളും വന്ന് ഇടയ്ക്ക് പറയുന്നുണ്ട്, നിങ്ങൾ തമാശ കാണിക്കരുത്, ഇത് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളെ കാണാതായ കാര്യമാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അയാളും ദേഷ്യപ്പെടുന്നുണ്ട്. സുഹൃത്തുക്കളെ, കുട്ടികളെ കാണാനില്ലാത്ത കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ അതിന്റെ ഒരു ഗൗരവം ഉൾക്കൊള്ളുമ്പോൾ കാണികൾ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറെ കോമാളിത്തരങ്ങൾ കാണിക്കുകയാണ്. എന്തോന്നാടാ അത്? ഇനിയും സാഹചര്യം മനസ്സിലാക്കാതെ വളിപ്പടിക്കുന്ന കോമാളിത്തരം കാണിക്കുന്ന ആളുകൾക്ക് ഇതൊരു പാഠം കൂടി ആകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം.